നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്ലാക്കിൻ്റെ പോൺ റൂക്ക് ഫയലിൽ സെക്കൻഡ് റാങ്കിലെത്തിയതിനു ശേഷം വൈറ്റിൻ്റെ കിങ്ങും ക്യൂനും ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ കരുക്കളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ചെസ് ബോർഡിൽ കരുക്കളിരിക്കുന്ന പൊസിഷൻ ഒന്ന് മനസ്സിലാക്കാം. വൈറ്റ് കിങ് A8, ക്യൂൻ G8, ബ്ലാക്ക് പോൺ A2, കിങ് B2. അടുത്ത നീക്കം ബ്ലാക്കിനാണെങ്കിൽ ബ്ലാക്കിൻ്റെ പോൺ ക്യൂൻ വാഴിച്ച് ഒരു ചെക്ക് നൽകുവാനുള്ള അവസരം ലഭിക്കുന്നു. അതോടുകൂടി ഈ ഗെയിം സമനിലയിൽ എത്തിക്കുവാൻ സാധിക്കും. എന്നാൽ അടുത്ത നീക്കം വൈറ്റിനാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ക്യൂൻ G2, ചെക്ക്, കിങ് B3 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ക്യൂൻ G7, വൈറ്റിൻ്റെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് A1 എന്ന കളം നിയന്ത്രിക്കുവാൻ സാധിക്കുന്നു. കിങ് C2, ക്യൂൻ A1. ഇനി ബ്ലാക്കിൻ്റെ പോണിനെ വെട്ടിയെടുത്തതിന് ശേഷം ക്യൂനും കിങ്ങും ഉപയോഗിച്ചുകൊണ്ട് ചെക്ക്മേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നു. എന്നാൽ QG2 ചെക്ക് നൽകുന്ന സമയത്ത് KB3 എന്ന നീക്കത്തിന് പകരം KB1 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. കിങ് B1, ക്യൂൻ F1 ചെക്ക്, കിങ് B2, ക്യൂൻ B5 ചെക്ക്, കിങ് C2, ക്യൂൻ A4 ചെക്ക്, കിങ് B2, ക്യൂൻ B4 ചെക്ക്, കിങ് C2, ക്യൂൻ A3. ബ്ലാക്കിൻ്റെ പോണിനെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു. കിങ് B1, ബ്ലാക്കിൻ്റെ കിങ് KB1 എന്ന് നീക്കം നടത്തുവാൻ നിർബന്ധിതമായി. ക്യൂൻ B3 പ്ലസ് ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ് KC1 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ വൈറ്റിൻ്റെ പോണിനെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് വെട്ടിയെടുക്കാം. അതുകൊണ്ട് കിങ് A1. ഇപ്പോൾ നമുക്ക് ചെസ് ബോർഡിൽ കാണുന്ന പൊസിഷൻ സ്റ്റെയിൽമേറ്റ് പൊസിഷനാണ്. ഇനി ബ്ലാക്കിൻ്റെ കിങ്ങിന് ഒരു കീ സ്ക്വയർ നൽകിയില്ല എങ്കിൽ ഈ പൊസിഷനിൽ ഈ ഗെയിം സ്റ്റെയിൽമേറ്റ് ആകുന്നു. ക്യൂൻ C3, കിങ് B1, ക്യൂൻ B3 പ്ലസ്, കിങ് A1, ക്യൂൻ C3 ചെക്ക്, കിങ് B1, ക്യൂൻ B3 പ്ലസ്. ഈ പൊസിഷൻ സമനിലയിലേക്ക് എത്തിക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. നമ്മൾ ഈ ഗെയിം കൊണ്ട് മനസ്സിലാക്കേണ്ടത് റൂക്ക് ഫയലിൽ ബ്ലാക്കിൻ്റെ പോൺ സെക്കൻഡ് റാങ്കിലോ വൈറ്റിൻ്റെ പോൺ സെവൻത്ത് റാങ്കിലോ എത്തിക്കഴിഞ്ഞാൽ സമനിലയാകുവാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ ഏതെല്ലാം സാഹചര്യത്തിലാണ് നമുക്ക് ആ സമനില വരുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ പൊസിഷനിൽ വൈറ്റിൻ്റെ കിങ് A8 എന്ന കളത്തിന് പകരം A5 എന്ന കളത്തിലാണ് ഇരിക്കുന്നത്. എന്നാൽ വൈറ്റിൻ്റെ ക്യൂൻ G8 എന്ന കളത്തിൽ തന്നെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചെസ് ബോർഡിൽ മാർക്ക് ചെയ്തിട്ടുള്ള കട്ടിംഗ് സ്ക്വയറിനുള്ളിൽ ഏത് കളത്തിൽ വൈറ്റിൻ്റെ കിങ് ഇരിക്കുകയാണെങ്കിലും ബ്ലാക്കിൻ്റെ കിങ്ങിനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തുവാൻ സാധിക്കും. എങ്ങനെയാണ് ഈ പൊസിഷനിൽ വൈറ്റിൻ്റെ കിങ്ങും ക്യൂനും ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ കിങ്ങിനെ അടിയറവ് പറയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ക്യൂൻ G2 ചെക്ക്, കിങ് B1, കിങ് B4. ഇപ്പോൾ ബ്ലാക്കിൻ്റെ A2വിലിരിക്കുന്ന പോണിന് ക്യൂൻ വാഴിക്കുവാനുള്ള അവസരം ലഭിക്കുന്നു. A1 സമം ക്യൂ. എന്നാൽ ഈ സാഹചര്യത്തിൽ വൺ മൂവ് മേറ്റ് നിലവിൽ ചെസ് ബോർഡിൽ നമുക്ക് കാണുവാൻ സാധിക്കില്ല. നമുക്ക് കിങ് ഉപയോഗിച്ചുകൊണ്ട് നീക്കം നടത്തിയതിന് ശേഷം എന്താണ് ചെസ് ബോർഡിൽ വരുന്ന മാറ്റം എന്ന് നമുക്ക് നിരീക്ഷിക്കാം. കിങ് B3. ഈ പൊസിഷനിൽ QC2 എന്ന നീക്കം നടത്തുവാൻ സാധിച്ചാൽ ചെക്ക്മേറ്റ് വരുന്നു. എന്നാൽ ബ്ലാക്കിൻ്റെ ക്യൂൻ മറ്റൊരു കളത്തിലേക്ക് മാറുന്ന സമയത്ത് A1 എന്ന കളത്തിലേക്ക് കിങ്ങിന് നീക്കം നടത്തുവാൻ സാധിക്കും. ക്യൂൺ D4
ക്യൂൻ C2 ചെക്ക് കിങ് A1. ബ്ലാക്കിൻ്റെ ക്യൂനിന് ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കുവാൻ മാത്രമാണ് സാധിക്കുന്നത്. ക്യൂൻ A2 ചെക്ക്മേറ്റ്. ഇനി നമുക്ക് വൈറ്റിൻ്റെ കിങ്ങിനെ കട്ടിംഗ് സ്ക്വയറിലെ മറ്റൊരു കളത്തിലേക്ക് മാറ്റിവെച്ചതിന് ശേഷം എങ്ങനെയാണ് കിങ്ങും ക്യൂനും ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നോക്കാം. ക്യൂൻ G2 ചെക്ക് കിങ് B1. ബ്ലാക്കിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് മറ്റു കളങ്ങളിലേക്കോ നീക്കം നടത്തി കഴിഞ്ഞാൽ വൈറ്റ് ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് നിഷ്പ്രയാസം പോണിനെ വെട്ടിയെടുക്കുവാൻ സാധിക്കും. കിങ് D3 A1 സമം ക്യൂൻ ക്യൂ C2 പ്ലസ് ചെക്ക്മേറ്റ്. ഇന്ന് നമ്മൾ റൂക്ക് ഫയലിലിരിക്കുന്ന പോണുകളെ ക്യൂൻ വാഴിക്കുന്ന സമയത്ത് രണ്ടു കളിക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.